സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഒരു മനുഷ്യന് 2 ആൺമക്കൾ ഉണ്ടായിരുന്നു. അതിൽ ഇളയ മകൻ ഒരു ദിവസം പിതാവിന്റെ അടുക്കൽ വന്നിട്ട് സമ്പത്തിൽ എന്റെ ഭാഗം എനിക്ക് നൽകണമെന്ന് പറഞ്ഞു. സാധാരണയായി മാതാപിതാക്കൾ മരിച്ചു പോകുന്നതുവരെ അവരുടെ സ്വത്തിൽ മക്കൾക്ക് യാതൊരു അവകാശവും ഇല്ല. പിതാവ് മരിക്കുന്നതുവരെ പിതാവിന്റെ സ്വത്തിൽ അവർക്ക് അധികാരമുണ്ടായിരിക്കില്ല. വേണമെങ്കിൽ അവരുടെ മുത്തച്ഛന്റെ സ്വത്തിൽ അവർക്ക് അധികാരമുണ്ടായിരിക്കാം. അതാണ് ഇക്കാലത്ത് സാധാരണ നടക്കുന്നത്. എന്താണ്? അതുകൊണ്ട് ഈ പിതാവ് എന്റെ സമ്പത്ത് എനിക്ക് നൽകുവാൻ പറഞ്ഞപ്പോൾ, നിനക്കിവിടെ ഒരു സ്വത്തുമില്ല, നീട്ടിരിക്കുന്ന ഷർട്ട് പോലും എന്റേതാണ്, അതുകൊണ്ട് നിന്റെ കാര്യം നോക്കിപ്പോ എന്ന് പറയേണ്ടിയിരുന്നു. എന്നാൽ നല്ല ഒരു പിതാവായിരുന്നു. നല്ല പിതാവ് എല്ലാം വാങ്ങിച്ചു കൊടുക്കും, എപ്പോഴും നല്ലവണ്ണം സ്നേഹിക്കും. നല്ല മാതാപിതാക്കൾ നമ്മെ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ അത് അവസാനം വേദനാജനകമായി മാറാറുണ്ട്. എന്നാൽ ഈ കാലത്ത് സ്നേഹിക്കുന്ന മാതാപിതാക്കളെ പറ്റിക്കുന്ന, മാതാപിതാക്കളെ വഞ്ചിക്കുന്ന ചില മക്കൾ ഈ കാലത്ത് ഉണ്ട്. അവരുടെ വരുമാനത്തിനപ്പുറമുള്ള, കഴിവിനപ്പുറമുള്ള കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ട്, എനിക്ക് ഇന്ന വാഹനം വേണം, ബൈക്ക് വേണം, ജീപ്പ് വേണം, ജീൻസ് വേണം, ഇന്ന കമ്പനിയുടെ ഷൂ വേണം, ഇന്ന കമ്പനിയുടെ വാച്ച് വേണം, അതുപോലെ ഞങ്ങൾക്ക് ചിലവിന് വേണ്ടി പോക്കറ്റ് മണി വേണമെന്നാണ് പറയുന്നത്. പോക്കറ്റ് മണി വാങ്ങിച്ചിട്ട് എന്താണ് ചെയ്യുന്നത്? ക്ലബിൽ കറങ്ങുക, പാർക്കിൽ കറങ്ങുക, സിനിമ കാണുവാൻ പോവുക. എത്രയോ യുവജനങ്ങൾ തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. നിന്റെ മാതാപിതാക്കൾ നീ ചോദിക്കുന്ന എല്ലാം നൽകുമ്പോൾ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന കാര്യം നീ മനസ്സിലാക്കേണ്ടതാണ്. നീ ആഡംബരമായിട്ട് നീ ചിലവഴിക്കുന്ന പണം, നീ ജോളിയായി അനുഭവിക്കുന്നത് എത്ര ബുദ്ധിമുട്ടിയ പണമാണെന്ന്, മാതാപിതാക്കൾ എത്ര കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണമാണെന്നുള്ള കാര്യം നീ ഓർക്കേണ്ടതാണ്. എന്റെ സ്വത്ത് എനിക്ക് നൽകൂ എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയപ്പോൾ പിതാവ്, എന്താണ് മോനെ, നിനക്കിവിടെ എന്താണ് കുറവ്? വേലക്കാരുണ്ട്, കഴിക്കുവാൻ നല്ല ഭക്ഷണമുണ്ട്, പിതാവായിട്ട് ഞാനിവിടെ ഉണ്ടല്ലോ, നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാമല്ലോ, ഞാൻ നിനക്ക് വാങ്ങിച്ചു തരും, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ എന്ന് ചോദിച്ചിരുന്നിരിക്കാം. ആ പയ്യന് ആ വീട്ടിൽ ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായിരുന്നിരിക്കാം? പറയൂ. എന്റെ ഇഷ്ടം, എന്റെ ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും, എന്റെ ഇഷ്ടമുള്ളപ്പോൾ ഞാൻ കഴിക്കും, എനിക്കിഷ്ടമുള്ളപ്പോൾ ഞാൻ വരും, ഇഷ്ടമുള്ളപ്പോൾ ഞാൻ വാങ്ങിക്കും, എന്റെ ഇഷ്ടം. എന്റെ എന്നത് വലിയൊരു ശത്രുവാണ് ജീവിതത്തിൽ. നമ്മുടെ രാജ്യത്തിൽ അഹം ബ്രഹ്മമെന്ന് പറയുന്നു, ഞാനാണ് ദൈവമെന്ന്. എന്നാൽ ബൈബിളിൽ പറയുന്നു, ഞാനല്ല ക്രിസ്തുവത്രേ, ഞാനൊന്നുമല്ല ക്രിസ്തുവത്രേ. ഞാൻ ചാകണം. ഞാൻ എന്ന് പറഞ്ഞാൽ ഐ. ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ക്ഷീണിച്ച അക്ഷരമാണ് ഐ. ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കും. ഞാൻ ശ്രദ്ധിച്ചു കേൾക്കുക. ഞാൻ എന്നത് മരിക്കേണ്ടതാണ്, ഞാൻ എന്നതുള്ളത് ഇല്ല. ഞാൻ എന്നത് പിശാചിനെ സംബന്ധിച്ചതാണ്. ദൈവത്തിന്റെ ഒപ്പം ഞാൻ ആകുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ഞാനും ദൈവത്തിനൊപ്പം ആകുമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് പിശാച് പാതാളത്തിൽ വീഴാനിടയായത്. അതുകൊണ്ട് ഈ യൗവനപ്രായത്തിൽ യുവാക്കൾക്ക് ആ സ്വാതന്ത്ര്യം വേണമെന്നുള്ള ആഗ്രഹമുണ്ടാകുന്നു. കുട്ടിയായിരിക്കുമ്പോൾ അവർ അനുസരിക്കും, വലിയവനായി കഴിഞ്ഞാൽ അവരുടെ ഭാരങ്ങളെ അവർ തന്നെ ചുമക്കും. എന്നാൽ ആ ടീനേജ് പ്രായത്തിൽ ബാലനുമല്ല, പൂർണ്ണമായ മുതിർന്ന വ്യക്തിയുമല്ലാത്തത് കൊണ്ട് അവർ മുതിർന്നവരെ പോലെ സംസാരിക്കുകയും കുഞ്ഞുങ്ങളെ പോലെ പ്രവർത്തിക്കുകയും ചെയ്യും. അങ്ങനെ അവരുടെ ജീവിതത്തിൽ സ്ഥിരത കൈവരിക്കുവാൻ കഴിയാതെ നശിച്ചു പോകാനിടയാകും. ആ സമയത്ത് അവർ 13 മുതൽ 19 വയസ്സ് വരെയുള്ള പ്രായത്തിൽ, ആ ഏജിൽ കർത്താവിനെ അറിഞ്ഞിരിക്കുന്നതായ വ്യക്തി രാജ്യത്തിന് പോലും അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ജോർജ് മുള്ളർ ആകട്ടെ, ഹഡ്സൺ ടൈലർ ആകട്ടെ, വില്യം കേരി ആകട്ടെ, DL മൂഡി ആകട്ടെ, ഇവരുടെയൊക്കെ ജീവചരിത്രം പരിശോധിച്ചാൽ 18-നും 22-നും വയസ്സിന് മധ്യേ അവർ രക്ഷിക്കപ്പെടുവാനിടയായത് കാണാം. ആ കാലത്ത് ടെലിവിഷൻ ഇല്ലായിരുന്നപ്പോഴും കോടിക്കണക്കിന് ആളുകൾക്ക് അവർ സുവിശേഷം പ്രസംഗിക്കുവാനിടയായത് കാണാം. എന്നാൽ ആ സമയത്ത് നിന്റെ ജീവിതം നീ പിശാചിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താൽ, നിന്റെ യൗവനത്തെ മുഴുവൻ ചോർത്തിയെടുത്തിട്ട്, നിന്റെ ശക്തി മുഴുവൻ ചോർത്തിയെടുത്തിട്ട് നിന്നെ കട്ടിലിൽ കളയാനിടയാകും. എത്രയോ യൗവനക്കാർ അങ്ങനെ ആകാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു യൗവനക്കാരൻ, അവനെ നോക്കുമ്പോൾ എനിക്ക് ഏകദേശം 20-22 വയസ്സ് പ്രായം തോന്നി. ഒരു വടിയുമിടിച്ച് പ്രായമുള്ള മനുഷ്യന്റെ കൂട്ടം എൻ്റെ അടുക്കിലേക്ക് വരാനിടയായി. 70-80 വയസ്സുള്ള ആൾക്കാർ വരുന്നത് പോലെ. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും അപകടം സംഭവിച്ചു എന്ന്. എന്താണ് മോനെ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എയ്ഡ്സ് ആണെന്ന് പറഞ്ഞു. എനിക്കത് സഹിക്കുവാൻ കഴിഞ്ഞില്ല. എയ്ഡ്സ് രോഗം വന്നിട്ട് അവന്റെ ഞരമ്പുകളെല്ലാം വീക്കായി പോവുകയും അവന് നടക്കുവാൻ കഴിയാതെ, ഇരിക്കുവാൻ കഴിയാതെ അങ്ങനെ വടിയും പിടിച്ചു പോവുകയാണ്. കൂടി വന്ന 20-21 വയസ്സ് മാത്രമേ അവനെ കാണുകയുള്ളൂ. എത്രയോ യൗവനക്കാർ ഇങ്ങനെ സ്വാതന്ത്ര്യം അന്വേഷിച്ചിട്ട് നശിച്ചു പോകുന്നുണ്ട്.
യൗവനക്കാർ മാത്രമല്ല, ആരായാലും ഇങ്ങനെയാണ്. കൂട്ടം വിട്ട് നടക്കുന്നവൻ സ്വച്ഛത അന്വേഷിക്കുന്നു. എനിക്ക് ആരെയും ആവശ്യമില്ല, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, എന്നോടാരും പറയേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുന്നവർ പിശാചിന്റെ ആൾക്കാരാണ്, അല്ലാതെ ദൈവത്തിന്റെ ആളുകൾ അല്ല. ഈ പയ്യൻ തന്റെ സ്വത്ത് വാങ്ങിച്ചെടുക്കാനിടയായി. അപ്പോൾ ആ പിതാവ് അവർക്ക് മുതൽ പങ്കുവെച്ചു കൊടുത്തു. അവർക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. അതായത് മൂത്ത മകനും കൊടുത്തു, ഇളയ മകനും പങ്കുവെച്ച് കൊടുക്കുവാൻ ഇടയായി എന്നാണ്. ആ കാലത്ത് എങ്ങനെയാണെന്നാൽ മൂത്ത മകന് 200, അതായത് വസ്തു 3 ഭാഗിച്ചിട്ട് മൂത്തവനൊരു ഭാഗം, ഇളയവനൊരു ഭാഗം, പിതാവിനൊരു ഭാഗം. പിതാവ് മരിച്ച ശേഷം പിതാവിന്റെ ഭാഗം മൂത്തവന് പോകും. അങ്ങനെ 2 ഇരട്ടി ലഭിക്കും. ഇപ്പോൾ ഭാഗം വെച്ചപ്പോൾ ഇളയവന്റെ ഭാഗം അവൻ കൊണ്ടുപോയി. ഇപ്പോൾ ബാക്കിയായത് മൂത്തവന്റെയും പിതാവിന്റെയും ഭാഗമാണ്. ഇത് മൂത്തവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇളയവൻ അവന്റെ ഭാഗം വാങ്ങിച്ചിട്ട് ദുർനടപ്പുകാരനായി ജീവിച്ച് സകലവും നശിപ്പിച്ചു കളഞ്ഞു. എന്താണ് ദുർനടപ്പെന്ന് പറഞ്ഞാൽ? എന്താണ്? 1 പത്രോസ് 4:3 കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറുക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനകളിലും നടന്നു ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. അടുത്ത വാക്യം, ദുർനടപ്പിന്റെ അതേ കവിച്ചിലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത്. എന്താണ് ദുർനടപ്പ്? എന്താണ്? കാമാർത്തികൾ, വെറിക്കൂത്തുകൾ, മദ്യപാനം, ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധന, മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും ഒക്കെ ആയിരിക്കുന്നതാണ് ദുർനടപ്പ്. പ്ലേ കാർഡ്സ് കളിക്കാറുണ്ട് ചില ആളുകൾ, ജൂഡോ കളിക്കാറുണ്ട്, റേസിന് പോകാറുണ്ട്. ദുശീലം. കഷ്ടപ്പെടാതെ പണം സമ്പാദിക്കുന്നതിന് വേണ്ടി ജൂഡോ കളിച്ചിട്ട് സകല സമ്പത്തും നഷ്ടപ്പെടുത്തി എത്രയോ ആളുകളെ നമുക്കറിയാവും. എന്തുകൊണ്ട് ഈ വീട് എങ്ങനെയാണ് കെട്ടിയത് എന്ന് ചോദിച്ചാൽ, ഞാൻ ചീട്ട് കളിച്ചിട്ട് സമ്പാദിച്ചതാണെന്ന് ആരെങ്കിലും ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ ചീട്ട് കളിച്ചിട്ട് വീട് വരെ വിറ്റ് കളഞ്ഞ എത്രയോ ആളുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ? ശരിയല്ലേ? അത്യാഗ്രഹത്തിന് പോയിട്ട് ഉള്ള സമ്പത്ത് നഷ്ടപ്പെടുത്തിയവരെ നമുക്കറിയാം. ഇതുതന്നെയാണ് സംഭവിച്ചത് ഈ ഇളയ മകന്. ചീട്ടുകളി, വെറിക്കൂത്ത്, മദ്യപാനം, തോന്നിവാസം, വെറിക്കൂത്തുകൾ. വെറിക്കൂത്ത് എന്ന് പറഞ്ഞാൽ എനിക്കെന്താണെന്ന് അറിയില്ല, നിങ്ങൾക്കറിയാമോ? വെറിക്കൂത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പെണ്ണുങ്ങളെ ശല്യം ചെയ്യുക, റോഡിൽ കൂടി പോയിട്ട് ഒച്ച വയ്ക്കുക, വഴക്കുകൾ ഉണ്ടാക്കുക. എന്താണ്? എത്രയോ ആളുകളുണ്ട്. റാഗിങ് ചെയ്യുക, കോളേജിൽ പോകുന്ന കുട്ടികളെ റാഗിങ് ചെയ്യുക. എത്ര ഭയങ്കരമായ കാര്യമാണ്! ഇത്രയും വളർച്ച പ്രാപിച്ച നമ്മുടെ രാജ്യത്തിൽ ഭ്രാന്തന്മാരെ പോലെ പ്രവർത്തിക്കുന്നത്. പുതുതായി വന്ന ഒരു വിദ്യാർത്ഥിനിയെ അല്ലെങ്കിൽ പുതുതായി വന്ന ഒരു സ്റ്റുഡൻറ്റിനെ സീനിയർ വിദ്യാർത്ഥികൾ അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്നതിന് പകരം, അവരെ സഹായിക്കുന്നതിന് പകരമായിട്ട് അവരെ പേടിപ്പിക്കുക. അവർ അങ്ങനെ പേടിച്ചിട്ട് ആത്മഹത്യ ചെയ്ത എത്രയോ ആളുകളുണ്ട്. ഇതെല്ലാം വെറിക്കുത്തുകളാണ്. അനേകം യൗവനക്കാർ ഇന്ന് നമുക്കറിയാം റോഡിൽ കൂടി കറങ്ങി നടക്കും. അമ്മാര് ഡ്രെന്ന് പറഞ്ഞു ഒരുതൻ പിറ്റേന്ന് ശവമായിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. എവിടേക്കാണ് ഇങ്ങനെ പോകുന്നത്? എന്തിനു വേണ്ടിയാണ് പോകുന്നത്? പറയൂ. വീട്ടിൽ നിന്ന് നീ വെളിയിലേക്ക് പോകുന്ന സമയത്ത് മാതാവ് പിതാവ് ചോദിക്കുന്നു, മോനെ എവിടെ പോകുന്നു? അപ്പോൾ നിങ്ങൾക്കെന്താണ് എന്ന് പറയുമോ? അമ്മ ഇന്ന സ്ഥലത്തേക്ക് പോകണം, അമ്മ ഇന്ന സ്ഥലത്ത് പോയി ഈ സമയത്ത് വരും. ഇന്ന് അനേകം യൗവനക്കാർക്ക് അടക്കം ഇല്ല. യൗവനക്കാരെ എന്തിനാണ്? കല്യാണം കഴിഞ്ഞവർക്കും ബുദ്ധിയില്ല. ഭാര്യയ്ക്ക് എവിടെ പോകണോ മനുഷ്യ? നിനക്കെന്താണ്? ഞാൻ ആണല്ലേ, നീ എന്തിനാണ് ചോദിക്കുമെന്ന് ചോദിക്കുക. അപ്പോൾ ആ കാലത്തിനൊക്കെ മാറ്റമുണ്ട്. ഇപ്പൊ കുഴപ്പമില്ല. പെണ്ണുങ്ങളുടെ കാര്യവും കണക്കാം. മോളെ എവിടെ പോന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തിനാണ് അന്വേഷിക്കുന്നത്? എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാമെന്ന് പറയും. നീ ജെൻസ് ക്ലബിൽ പോവുകയാണെങ്കിൽ എനിക്കെന്താ ലേഡീസ് ക്ലബിൽ പോകാൻ കഴിയില്ലേ? നീ ഇംഗ്ലീഷ് പടം കാണാൻ പോയാൽ എനിക്ക് മലയാളം പടം കാണാൻ പോകാൻ കഴിയില്ലേ? എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയാണ് ഭാര്യയും ഭർത്താവും. ശ്രദ്ധിക്കുക, നിങ്ങൾക്കൊരു ലക്ഷ്യമില്ലാതെ വീടിന് വെളിയിലേക്ക് നിങ്ങൾ പോകരുത്. നിങ്ങൾ ആ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ അച്ചടക്കത്തിൽ വളർത്തുവാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ നായകളെ കണ്ടിട്ടില്ലേ റോഡിൽ കൂടി നടക്കുന്ന? ഏതോ പണിക്ക് പോകുന്ന രീതിയിൽ അർജന്റായിട്ട് റോഡിൽ കൂടെ ഡ്രന്ന് പറഞ്ഞ് ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ശരിയല്ലേ? അത് പട്ടികളാണ്, ജന്തുക്കളാണ്. എന്നാൽ മനുഷ്യരും അങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾ വായിച്ചിട്ടില്ലേ സങ്കീർത്തനം 59 14 വാക്യം? സന്ധ്യാസമയത്ത് അവർ മടങ്ങി വരുന്നു, അവർ ആഹാരത്തിന് ഉഴന്നു നടക്കുന്നു, തൃപ്തിയായില്ലെങ്കിൽ അവർ രാത്രി മുഴുവൻ താമസിക്കുന്നെന്ന്. എന്താണ്? തൃപ്തിയായില്ലെങ്കിൽ അവർ രാത്രി മുഴുവൻ കറങ്ങി നടക്കും, പട്ടണം മുഴുവൻ കറങ്ങി നടക്കും, ഒരു പണിയുമില്ലാതെ കറങ്ങി നടക്കും. ഈ മുടിയനായ പുത്തൻ പിതാവിന്റെ ഭവനത്തിലായിരുന്നുവെങ്കിൽ രാത്രി പ്രാർത്ഥിക്കേണ്ടതാണ്. അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥന ചെയ്യണം, ഞായറാഴ്ച പള്ളിയിൽ പോകണം, ഭക്തിയോടെ ആയിരിക്കണം.
എനിക്കൊരു ഫ്രീഡവും ഇല്ല എന്ന് പറഞ്ഞ് പോയിട്ട് വെറിക്കൂത്തിന് പിറകെ, മദ്യപാനത്തിന് പിറകെ പോയി ജീവിച്ച്, നമുക്കറിയാം മദ്യപാനം എത്രയോ യൗവനക്കാരുടെ ജീവിതമാണ് മദ്യപാനം കൊണ്ട് ഈ കാലത്ത് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്, അറിയാമോ? യുവജനങ്ങൾ ഒരു ദിവസം മീറ്റിംഗ് വേണ്ടി കൽക്കട്ടയിൽ പോയി. മീറ്റിംഗ് കഴിഞ്ഞ് ഒരു ഹോട്ടലിൽ താമസിക്കുമ്പോൾ, മീറ്റിംഗ് കഴിഞ്ഞിട്ട് രാത്രി തിരിച്ചു വന്നപ്പോൾ 12:30-1 മണിയായിരിക്കുക സമയം. കിടുകിടുകിടാന്ന ശബ്ദം വരുന്നു. ഞാൻ നോക്കി എന്താണെന്ന്. ഞാൻ നോക്കിയപ്പോൾ യുവജനങ്ങളായ കുറെ ആൺകുട്ടികളും പെൺകുട്ടികളും മേച്ചകരമായ രീതിയിൽ വസ്ത്രമൊക്കെ ധരിച്ച് വലിയ കൂട്ടമായിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും പേരാണ്. എന്താണെന്ന് ചോദിച്ചപ്പോൾ പബ്ബ് കഴിഞ്ഞെന്ന് പറഞ്ഞു. എത്ര മ്ലേച്ഛകരമായ രീതിയിലാണ് ഇവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്കൊന്നും മാതാപിതാക്കളില്ലേ? അവരെ അവർ അനുസരിക്കത്തില്ലേ? മദ്യപിക്കുന്ന ആളുകൾ, മദ്യപിക്കുന്നതായി യൗവനക്കാർ, കല്യാണം കഴിക്കാത്ത യൗവനക്കാർ മദ്യപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ ഭാവിക്ക് എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളൊന്നും എന്താണ് ഓർക്കാത്തത്? മോഹത്തോടെ സ്ത്രീയെ നോക്കിയാൽ വ്യഭിചാരമാകുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുമ്പോൾ, പരസ്ത്രീ ശരീരമോഹത്തിൽ അകപ്പെട്ടുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് ഇടപെടുകയും ഓപ്പോസിറ്റ് സെക്സിലുള്ളവരോട് മ്ലേച്ഛകരമായ രീതിയിൽ പ്രവർത്തിക്കുകയും തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ എത്ര ഗൗരവമായ പാപത്തിലാണ് ആയിരിക്കുന്നറിയാമോ? പിന്നീട് ഞങ്ങളൊരു പാപവും ചെയ്യുന്നില്ല എന്ന് പറയുകയും ചെയ്യും. ഇല്ലില്ല, നീ കാമ ആവേശത്താൽ, ആഗ്രഹത്താൽ നിറഞ്ഞിരിക്കുകയാണ്. അത് നിന്റെ ആരോഗ്യം നശിപ്പിക്കാനിടയാം. നിനക്ക് പഠനത്തിൽ ഏകാഗ്രത ലഭിക്കുകയില്ല. അനേകം ആളുകൾ ഇക്കാലത്ത് ഇന്റർനെറ്റിൽ ബ്രൗസിംഗ് ചെയ്തുകൊണ്ട് അശ്ലീല ചിത്രങ്ങൾ നോക്കിയിട്ട് പ്രോണോ ഫിലിംസ് കണ്ട് ഒരു IIT സ്റ്റുഡന്റ് എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന് പറഞ്ഞു, പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഞാൻ കണ്ണു തുറന്നാൽ ഇത് തന്നെയാണ് കാണുന്നത്. ഞാൻ ഇതിന് അടിമയായി മാറിയിരിക്കുകയാണ്. പഠിക്കാൻ കഴിയുന്നില്ല. ഞാൻ പുസ്തകം തുറന്ന് നോക്കിയാൽ പിന്നെ എനിക്ക് ഈ പടങ്ങൾ മാത്രമാണ് ഓർമ്മ വരുന്നത്, അല്ലാതെ പഠിക്കുന്ന വിഷയങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ബ്രൈറ്റ് സ്റ്റുഡൻസ് ആയിട്ട് IIT-യിലേക്ക് വരും. അതിനുശേഷം അവർ ആ ഡ്രഗ്സിന് അഡിക്റ്റ് ആയിട്ട് മാതാപിതാക്കൾ വന്ന് പറയും. ഒരു മാതാവാണെങ്കിൽ കരഞ്ഞുകൊണ്ടാണ് വന്നത്, ബ്രദർ, എന്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണം, ഇവൻ ഡിപ്രഷനിലായി പോയിരിക്കുകയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ജോലി രാജിവെച്ചിട്ട് ഹോസ്റ്റലിന്റെ അടുത്ത് തന്നെ ഒരു വീട് വാങ്ങിച്ചിട്ട് ഹോസ്റ്റലിൽ ഇവനെ കൊണ്ടുവന്നിട്ട് എൻ്റെ വീട്ടിൽ നിർത്തി പഠിപ്പിക്കുകയാണ്. അവനെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ അവൻ്റെ ഫൈനൽ വർഷമായിരിക്കുകയാണ്. അവൻ്റെ പഠനം നിന്നു പോകാതിരിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് കേട്ട് ഒരുപാട് സങ്കടം ഉണ്ടായി. ദൈവം നൽകിയ ബുദ്ധിയെ, സാമർഥ്യത്തെ, സൗന്ദര്യത്തെ നശിപ്പിച്ചുകൊണ്ട് അനേകം ആളുകൾ തങ്ങൾക്ക് ഇഷ്ടമുള്ള തോന്നിയ രീതിയിലാണ് ജീവിക്കുന്നത്. ഈ തെറ്റിപ്പോയ മകനും ഈ രീതിയിൽ തന്നെയായിരുന്നു. വെറിക്കൂത്തുകളും പ്രവർത്തികളും. മൂവീസ് എന്ന് പറയും. മൂവീസ് എന്ന ഒരു, അല്ലെങ്കിൽ സിനിമ എന്ന പേര് ബൈബിളിൽ ഒരിക്കലും കാണില്ല. അവിടെ പറയുന്നത് വെറിക്കൂത്ത് എന്നാണ്. ആട്ടവും പാട്ടവും ഉള്ളത് എവിടെയാണ്? സിനിമയിൽ. സിനിമയും ഇപ്പോൾ അങ്ങനെയായിരിക്കുന്നത്. ജഡശരീരത്തെ, ജഡത്തിന്റെ പ്രവൃത്തികളെ ഉദ്ദീപിപ്പിക്കുന്ന സിനിമകളാണ്. സഭയിലെ പാട്ടുകളും അങ്ങനെയാണ്. ഒരിക്കലും ആത്മാവിനെ ടച്ച് ചെയ്യുന്ന പാട്ടുകൾ ഇപ്പോൾ കേൾക്കാനേ ഇല്ല. ഹൃദയത്തെ ഇളക്കുന്നതായ പാട്ടുകൾ. അന്ന് ഭക്തന്മാർ എഴുതി, യേശു എന്നെ സ്നേഹിച്ച ദൈവം. ഇപ്പോൾ അനുഭവമില്ല എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതായ. ശരി, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാം നഷ്ടപ്പെടുത്തിയവൻ, സ്നേഹിതന്മാർ ചുറ്റും വന്നുകൂടി, എല്ലാം കഴിഞ്ഞു, കയ്യിൽ കിടന്ന വാച്ച്, മോതിരം എല്ലാം വിറ്റു, ഷർട്ട് പോലും ഇല്ലെന്നാണ്. ശരി, ഇപ്പോൾ ഒരു ഗതിയുമില്ലാതെ അവസ്ഥയിൽ അവനായിരിക്കുന്നു. എന്താണ്? സ്നേഹിതർ കൂട്ടത്തിലില്ല. അന്ന് കഴിച്ച ആളുകൾ പോലും ഇന്ന് ഒരു കഷ്ണം റൊട്ടി കൊടുക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥ. ആരും അവനെ കൂട്ടിയില്ല. ശർക്കരയുണ്ടെങ്കിൽ ഈച്ച ഉണ്ടാകും. ശർക്കര തീർന്നാൽ ഈച്ചകളെല്ലാം പറന്നു പോകുന്നത് കാണാം. നിനക്ക് അഴകും ആരോഗ്യവും പണവും ഉള്ളപ്പോൾ ഒരുപാട് കൂട്ടുകാരൻ നിന്റെ ചുറ്റും വന്ന് കൂടും. എന്നാൽ നീ കട്ടിലിൽ കിടക്കുമ്പോൾ ആരും കാണത്തില്ല. നിന്റെ മാതാവും പിതാവും കാണും, അല്ലെങ്കിൽ ദൈവം കാണും നിന്നെ രക്ഷിക്കാൻ. ആരും കാണില്ല. അത് ഓർമ്മയിലിരിക്കണം. നിന്റെ സുഖകാലത്ത് നീ ദൈവത്തെ മറന്നു പോകരുത്. അത് ഒരിക്കലും മറക്കരുത്. പന്നികൾ തിന്നുന്ന തീറ്റ തിന്നാൻ ഇടയായി എന്ന്. യഹൂദന്മാർക്ക് പന്നികളെ ഒട്ടും ഇഷ്ടമല്ല. അവർ ഇടയന്മാരാണ്, ആടുകളുടെ ഇടയന്മാരാണ്. അവർ പന്നികളുടെ അടുക്കൽ പോകില്ല, പന്നികളെ നോക്കില്ല, പന്നി മാംസം കഴിക്കില്ല. അങ്ങനെയുള്ള യഹൂദനായ പയ്യൻ എത്ര നീചമായ അവസ്ഥയിലേക്ക് പോയെന്ന് നോക്കുക. പന്നിയെ നോക്കാൻ ഏൽപ്പിച്ചപ്പോൾ അവൻ ഇവന് ഭക്ഷണം കൊടുക്കാതിരുന്നപ്പോൾ അവസാനം പന്നിക്ക് കൊടുക്കുന്ന വാളവിര കഴിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചു. പന്നികൾ കൊടുക്കുന്ന വാളവിര തിന്നാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് പന്നികൾ അത് സമ്മതിച്ചില്ല. നിങ്ങൾ ശരിക്കും വായിച്ചാൽ മനസ്സിലാവും. സോ ഈ വാളവിര കഴിക്കാൻ വേണ്ടി ചെന്ന സമയത്ത് അവനെ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് ഓടിക്കുവാനിടയായി. ഒന്ന് സങ്കല്പിച്ചു നോക്കുക. അടപ്പ് തുറന്നിട്ട് കഴിക്കാൻ തുടങ്ങിയ സമയത്ത് ഒറ്റ ചവിട്ട് വെളിയിലേക്ക് തെറിച്ചുപോയി. അങ്ങനെ വീണ സമയത്ത് അപ്പോൾ വേദപുസ്തകം പറയുന്നുണ്ട്, ഹി കെയിം ടു ഹിംസെൽഫ്, അവന് ബുദ്ധി തിരിച്ചു കിട്ടി എന്ന് പറയുന്നു. എന്തുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി? എന്റെ വീട്ടിലെ വേലക്കാരും വളരെ സമൃദ്ധിയോടെ ആഹാരം കഴിക്കുന്നുണ്ട്. എനിക്കിവിടെ ആഹാരം കിട്ടാതെ ഞാൻ മരിക്കാൻ പോകുന്നു. എത്ര നല്ല അവസരത്തെയാണ് ഞാൻ നഷ്ടപ്പെടുത്തിയത്. എത്ര നല്ല പിതാവിന്റെ സ്നേഹത്തെയാണ് ഞാൻ നഷ്ടപ്പെടുത്തിയത് എന്ന് ആലോചിച്ച് ബോധം തിരിച്ചു വന്നിട്ട് ഞാൻ എൻ്റെ പിതാവിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോയിട്ട് ഒരു വേലക്കാരനായിട്ടെങ്കിലും എന്നെ കാണണമെന്ന് അപേക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പിതാവിന്റെ അടുക്കിലേക്ക് പോയി.
എന്താണ്? അതാണ് പശ്ചാത്താപം, അതാണ് ടേണിംഗ് പോയിന്റ്. നിന്റെ പാപം നിനക്ക് എതിരായി വരുമ്പോൾ, പാപം നിന്നെ നശിപ്പിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് ദൈവത്തെ ഓർമ്മ വരും. അങ്ങനെ ഓർമ്മ വരുന്ന സമയത്ത് ചില ആളുകൾ ഞാൻ പോവുകയില്ല എന്ന് പറഞ്ഞ് ഇരിക്കാറുണ്ട്. ബുദ്ധി തിരിച്ചു കിട്ടി എങ്കിലും ഞാൻ ഇനി ചർച്ചിൽ പോകത്തില്ല, എല്ലാവരും ഇനി എങ്ങനെയായിരിക്കും എന്നെ കാണുന്നത്, പാസ്റ്റർ എന്ത് വിചാരിക്കുമായിരിക്കുമോ, എൻ്റെ പിതാവ് എന്ത് വിചാരിക്കുമായിരിക്കുമോ, വാ സഭയിൽ വരാൻ പറഞ്ഞാൽ ഞാൻ വരുന്നില്ല, എന്തുകൊണ്ടാണ് വരാത്തത്, ഞാൻ എങ്ങനെയാണ് വരുന്നത്, നീ ഉള്ളതുപോലെ തന്നെ ഇങ്ങ് വന്നാൽ മതി എന്ന് പറയും. ഉള്ള അവസ്ഥയിൽ തന്നെ ഇങ്ങ് പോരെ. എന്താണ് ബൈബിൾ പറയുന്നു? ദാവീദ് പറയുകയാണ്, എൻ്റെ മുഖം ലജ്ജ കൊണ്ട് കുനിഞ്ഞിരിക്കുകയാണ്, ആ ലജ്ജയുള്ള മുഖത്തോടു കൂടിയാണ് ഞാൻ അങ്ങോട്ട് വരുന്നത്. നിന്നെ അനുഭവിക്കുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളുടെ നിന്ദകളെ മാറ്റി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നീ ലജ്ജ അനുഭവിക്കുമ്പോൾ, ദൈവത്തിന്റെ അടുക്കൽ വരുമ്പോൾ നീ ലജ്ജ അനുഭവിക്കുന്നെങ്കിൽ പിന്നെ അഹംഭാവം എന്തിനാണ്? അങ്ങനെ തന്നെ വരിക, പശ്ചാത്താപത്തോടെ അതേ മുഖത്തോടു കൂടി വരിക. മുടിയനായ പുത്രനും അങ്ങനെ തന്നെയാണ് വന്നത്. പിതാവ് നോക്കിയിരിക്കുകയാണ്, എൻ്റെ മകൻ എപ്പോൾ വരും, എൻ്റെ മകൻ എപ്പോൾ വരും. സ്വർഗീയ പിതാവ് ഇപ്രകാരം പറയുകയാണ്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല, എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും കൈവിടുകയില്ലെന്ന് പറഞ്ഞ കർത്താവ് നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. യെരമ്യാ പുസ്തകം 3:12. നീ വടക്കോട്ട് ചെന്ന് ഈ വചനങ്ങളെ വിളിച്ചു പറയുക, വിശ്വാസ ത്യാഗിനിയായ ഇസ്രായേലേ മടങ്ങി വരിക. നിന്റെ പേരുമിട്ട് വിളിക്കാൻ പറ്റും. വിശ്വാസത്യാഗിയായ ജയ്പാലേ മടങ്ങി വരിക. നീ എന്നോട് തെറ്റ് ചെയ്തുവെങ്കിലും, എന്നിൽ നിന്ന് അകന്ന് ദ്രോഹം ചെയ്തുവെങ്കിലും നീ മടങ്ങി വരിക, എന്നോട് പാപം ചെയ്തുവെങ്കിലും നീ മടങ്ങി വരിക എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളോട് കോപം കാണിക്കില്ല, ഞാൻ കരുണയുള്ളവൻ, എന്നേക്കും കോപം സംഗ്രഹിക്കുകയും ഇല്ല എന്നു യഹോവയുടെ അരുളപ്പാട്. നമുക്കാണെങ്കിൽ തീർച്ചയായും കോപം ഉണ്ടാകാം. നമ്മോട് ദ്രോഹം ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ നാം ചോദിക്കും, എന്തുകൊണ്ടാണ് ഞാൻ നാണമില്ലാതെ എൻ്റെ അടുക്കൽ വീണ്ടും വരുന്നത്? പിതാവിന് വേണമെങ്കിൽ അങ്ങനെ പറയാം. എന്നാൽ വരുമോനെ വരൂ, നീ ദേഷ്യം കാണിച്ചിട്ട് പോയവനാണ്, വഴക്ക് ഉണ്ടാക്കിയിട്ട് പോയവനാണ്. ഇതാ താഴെ അടുത്ത വചനം നോക്കുന്നു, വിശ്വാസത്യാഗിയായ മക്കളെ മടങ്ങി വരുവീൻ, ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ്. 22-ാം വാക്യം വായിക്കാം, വിശ്വാസത്യാഗികളായ മക്കളെ. നിങ്ങൾ വിശ്വാസമില്ലാത്തവരാണെങ്കിലും എൻ്റെ മക്കളാണ്, നിങ്ങൾ എങ്ങനെയുള്ളവരാണെങ്കിലും എൻ്റെ മക്കളാണെന്ന്. നിങ്ങൾ വിശ്വാസത്യാഗികളാണെങ്കിൽ എൻ്റെ മക്കളല്ലാതാകുമോ? പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ എൻ്റെ മകൻ, അനുസരണമില്ലാത്തവനാണെങ്കിൽ എൻ്റെ മകൻ അല്ലാതാകുമോ? വിശ്വാസത്യാഗികളായ മക്കളെ മടങ്ങി വരുവിൻ, ഞാൻ നിങ്ങളുടെ വിശ്വാസത്യാഗം മാറ്റിത്തരാം. എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളുടെ അവിശ്വാസം മാറ്റിത്തരാം. ഞാൻ നിങ്ങളെ നേരെയാക്കാം. ഈ കാലത്തും ആ കാലത്തും നശിച്ചു പോന്ന ആത്മാക്കളെക്കുറിച്ച് ദൈവം വേദനയോടെയായിരുന്നു, ദുഃഖത്തോടെയായിരുന്നു. അതുകൊണ്ടാണ് മുടിയനായ പുത്രൻ മടങ്ങി വന്നപ്പോൾ ദൈവത്തിന്റെ സ്ഥാനത്തിരുന്ന പിതാവ് അവനെ ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ ഓടിച്ചെന്നിട്ട് അവനെ ആലിംഗനം ചെയ്തു, ചുംബിച്ചു. അവന്റെ മടങ്ങിവരവ് വളരെ ആഘോഷമാക്കി മാറ്റി. അതായത് സ്നേഹം എല്ലാം സഹിക്കുന്നു, എല്ലാം ക്ഷമിക്കുന്നു. അവനെ ചുംബിച്ചിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ പുത്രൻ എന്തോ പറയാൻ വേണ്ടി ഭാവിക്കുകയാണ്, പിതാവേ, ഞാൻ അങ്ങയ്ക്ക് വിരോധമായി, സ്വർഗത്തിന് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. നാം ചെയ്യുന്ന ഓരോ പാപവും മനുഷ്യനുമെതിരായിട്ടാണ് ചെയ്യുന്നത്, അതുപോലെ ദൈവത്തിനുമെതിരായിട്ടാണ് ആ പാപം സംഭവിക്കുന്നത്. മനുഷ്യന് എതിരായി ചെയ്തിരിക്കുന്ന പാപം മനുഷ്യന്റെ അടുക്കലും, ദൈവത്തിനെതിരായി ചെയ്തിരിക്കുന്ന പാപം ദൈവത്തിന്റെ അടുക്കലും നാം ഏറ്റുപറയുന്നതിൽ കൂടി യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തം നമ്മുടെ സകല പാപത്തിൽ നിന്ന് നമ്മെ വിശുദ്ധീകരിക്കും. നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ വേലക്കാരിൽ ഒരുവനായി എന്നെ ആക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ പിതാവ് കേട്ടിട്ട്, ഇനി നീ മര്യാദയ്ക്ക് ഇരിക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് മര്യാദയ്ക്ക് എൻ്റെ കൂടെ ഇവിടെ നിൽക്കാമോ? പറയൂ, എങ്കിൽ ഇവിടെ നിന്നെ നിർത്താമെന്ന് പറഞ്ഞ് അകത്തേക്ക് കൊണ്ടുപോയോ? എന്തെങ്കിലും നിബന്ധന വെച്ചോ? അവൻ ഒരു വാക്കും പറഞ്ഞില്ല. ഇതാ എൻ്റെ മകൻ തെറ്റിപ്പോയിരുന്നു, ഇപ്പോൾ എനിക്ക് അവനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. അവന് പുതിയ വസ്ത്രം കൊടുത്ത്, കാലിന് പുതിയ ചെരുപ്പ് കൊടുത്ത്, കയ്യിൽ പുതിയ മോതിരം കൊടുത്തിട്ട് വളരെ സന്തോഷിക്കാനിടയായി. എത്രയോ ദിവസം ഇരുന്ന് കരയുകയായിരുന്നു. ആ ദിവസം ഇതാ പിതാവ് സന്തോഷിച്ച് ആനന്ദിക്കുന്നു. ജോലിക്കാരെയെല്ലാം വിളിച്ചിട്ട് സന്തോഷത്തോടെ പാട്ടുപാടി സന്തോഷത്തോടെ അവർ ആഘോഷിക്കുകയാണ് ആ മകന്റെ തിരിച്ചുവരവിനെ. എല്ലാവരെയും വിളിച്ച് വലിയ വിരുന്ന് സൽക്കാരം കൊടുക്കുകയാണ്. ഇതാ എൻ്റെ മകൻ നശിച്ചു പോയിരുന്നു, അവനിതാ തിരിച്ചു വന്നിരിക്കുന്നു, എനിക്ക് വളരെ സന്തോഷമുണ്ട്, വരുവിനെന്ന് പറഞ്ഞ് അത്രയും ആനന്ദിച്ചു നിൽക്കുന്ന സമയത്ത് അവൻ വരികയുണ്ടായി. ആരാണ് നല്ലവൻ? ആ നല്ലവനായ മൂത്ത മകൻ. നമ്മുടെ രണ്ട് കരങ്ങളെ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരു പ്രാവശ്യം ഞങ്ങളിലേക്കൊന്ന് നീ ശ്രദ്ധിക്കണമേ. ഇന്ന് ഞങ്ങളെ നീ ദർശിക്കുമാറാകണമേ. ഞങ്ങളുടെ ഇടയിൽ തെറ്റിപ്പോയ മക്കളുണ്ടെങ്കിൽ, ഹൃദയത്തിൽ തെറ്റിപ്പോയവരായി ഉണ്ടെങ്കിൽ, പ്രവർത്തികളിൽ തെറ്റിപ്പോയവരായി ഉണ്ടെങ്കിൽ, തങ്ങളുടെ ശരീരത്തെ പാപത്തെ നശിപ്പിക്കുന്നവരുണ്ടെങ്കിൽ, തങ്ങളുടെ ഹൃദയങ്ങളെ നശിപ്പിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ, നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവരെയും വിടുവിക്കുമാറാകണമേ കർത്താവേ. അവരെ നിന്റെ അടുക്കലേക്ക് നീ ചേർത്ത് കൊള്ളണമേ.
വിശ്വാസത്യാഗിയായ മക്കളെ മടങ്ങി വരുവീൻ. അവിശ്വാസിയായ മക്കളെ നിങ്ങൾ മടങ്ങി വരുവീൻ. ഒന്നിനും കൊള്ളാതിരുന്ന ഞങ്ങളുടെ ജീവിതങ്ങളെ ഇത്രമാത്രം സ്നേഹിച്ച് നിന്റെ ചിറകടിയിൽ മറച്ചുകൊണ്ട് ഞങ്ങളെ ചേർത്തുകൊണ്ട് നിന്റെ രാജ്യത്തിന്റെ അവകാശികളാക്കി തീർക്കണമെന്ന്, സകലവിധ അനുഗ്രഹത്താലും ഞങ്ങളെ നിറയ്ക്കണമെന്ന്, ഞങ്ങൾക്ക് നഷ്ടമായതിനെല്ലാം ഞങ്ങൾക്ക് തിരിച്ചു നൽകണമെന്ന്, ഞങ്ങൾക്ക് വേണ്ടി രക്തം നൽകിയ കർത്താവേ നിനക്ക് വന്ദനം. പ്രാണൻ നൽകിയ യേശുവേ നിനക്ക് സ്തോത്രം. നീയല്ലാതെ ഞങ്ങൾക്ക് ആരാണുള്ളത്? നിന്നെ പോലെ ഞങ്ങളെ സ്നേഹിക്കുവാൻ ആരാണുള്ളത്? ഇത് ഞങ്ങൾക്ക് എപ്പോഴും ഓർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇത്ര വലിയ രക്ഷ ഞങ്ങൾക്ക് നൽകിയ കർത്താവേ, ഈ രക്ഷ ഞങ്ങൾ അലക്ഷ്യമാക്കി കളയുകയാണ് എങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ മഹാദോഷമായി ഭവിക്കുമെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഓർക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഒരു പ്രയോജനമില്ലാത്ത ഞങ്ങളുടെ ജീവിതങ്ങളെ ഇത്രമാത്രം സ്നേഹിച്ച് നിന്റെ ചിറകടിയിൽ ഞങ്ങളെ ചേർത്ത് നിന്റെ ഭവനത്തിൽ ഞങ്ങളെ ചേർക്കണമെന്ന്, രക്ഷാവസ്ത്രം ഞങ്ങളെ ഉടുപ്പിക്കണമെന്ന്, അനുഗ്രഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന്, ഞങ്ങൾക്ക് നഷ്ടമായതെല്ലാം തിരികെ നൽകണമെന്ന് പറഞ്ഞ ഞങ്ങൾക്ക് വേണ്ടി രക്തം നൽകിയ കർത്താവേ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രാണൻ നൽകിയ ദൈവമേ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നീയല്ലാതെ ഞങ്ങൾക്ക് ആരാണുള്ളത്? നിന്നെക്കാൾ ഞങ്ങളെ സ്നേഹിക്കുവാൻ ഞങ്ങൾക്ക് ആരാണുള്ളത്? ഇത് ഞങ്ങൾക്ക് ഓർക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ഇത്ര വിലയേറിയ രക്ഷ ഞങ്ങൾക്ക് നൽകിയ ദൈവമേ, ഇത്ര വിലയേറിയ രക്ഷയെ ഞങ്ങൾ അലക്ഷ്യമാക്കുകയാണെങ്കിൽ ആ വലിയ കോപത്തിൽ നിന്ന് ഞങ്ങൾ എങ്ങനെ വിടുവിക്കപ്പെടും? അത് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ നിന്റെ രാജ്യത്തിന്റെ അവകാശികളാക്കി മാറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന്, അതിനുവേണ്ടി ഞങ്ങളെല്ലാവരെയും ഒരുക്കിയെടുക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.